ഇന്നോവേഷൻ എന്ന് പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഈസിയായി തോന്നുന്ന കാര്യമാണെങ്കിലും ഐ തിങ്ക് ട്രൂ ഇന്നോവേഷൻ കംസ് ഫ്രം നോട്ട് ജസ്റ്റ് കോൺസെൻട്രേറ്റിംഗ് ഓൺ യുവർ ഫുഡ് ബട്ട് യു ഹാവ് ടു ഓപ്പൺ യുവർ സെൽഫ് ടു ദ ഹോൾ വേൾഡ് ഓഫ് ആർട്ട് സോ ദാറ്റ് യു ഡോണ്ട് നോ വേർ ദ ഇൻസ്പിറേഷൻ കംസ് ഫ്രം. എനിക്ക് പലപ്പോഴും പെട്ടെന്ന് എവിടുന്നൊക്കെ സ്ട്രൈക്ക് ചെയ്യാറ്. ആൻഡ് ഐ തിങ്ക് ഓക്കെ, റെസ്റ്റോറൻറ്റ് ബിസിനസ് ആസ് എ ബിസിനസ് നടത്തുകയാണെങ്കിൽ ഇന്നോവേഷൻ അതിൻ്റെ ഒരു പ്രാന്തിൻ്റെ തലമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിക് ഇന്നോവേഷൻ നോട്ട് നെസസറിലി ഇറ്റ് ക്യാൻ ബി കട്ട് ആൻഡ് പേസ്റ്റ് ഓൾസോ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഇന്ന് ഐ തിങ്ക് ടു ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രോം ഫോർ എക്സാമ്പിൾ ഞാൻ പറയില്ല, എനിക്ക് ഗ്ലോബൽ ഫുഡിൻ്റെ ഭയങ്കര ഒരു പാഷനുള്ളതിനെ കൊണ്ട് I try to adapt also, which in other words കോപ്പിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ആ വേർഡ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഇതെല്ലാം കൂടിയുള്ളൊരു കോമ്പിനേഷനാണ് എനിക്ക് തോന്നുന്നു ഇന്നോവേഷൻ്റെ ഒരു വലിയ റോള്. പക്ഷേ വെൻ യു ആസ്ക് ഹൗ ബിസിനസ് റൺസ്, ഇതിന് ഞാനെപ്പോഴും പറയും വാട്ട് ദ ഡിഷ് വാട്ട് യു സീ ഓൺ ദ ടേബിൾ ഇസ് ജസ്റ്റ് ദ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്, because there is lot underneath, like no HR for example, unless you have a great HR that transfers your ideas, your vision to the grassroots level, which happens in a very tough manner. വളരെ ടഫ് മെത്തേഡ് കൂടിയാണ്. ഒരു 50% എങ്കിലും വന്നാൽ ഭയങ്കര ബാക്കിയുള്ള കാര്യമാണ്. പിന്നെ കസ്റ്റമർ ഫീഡ്ബാക്കിൻ്റെ വേറെ തന്നെ ഒരു സൈഡുണ്ട്. കസ്റ്റമർ ഫീഡ്ബാക്ക് എടുത്തിട്ട് അത് ഡേ ടു ഡേ അത് മോണിറ്റർ ചെയ്തിട്ട് ശരിയാക്കുന്ന കാര്യം. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. പിള്ള ഷെഫിനും റജി ഷെഫിനും ഒക്കെ നമ്മളെ ഏറ്റവും വലിയ ഭീകരൻ ഫുഡ് കോസ്റ്റാണ്. അത് ഓരോ ദിവസവും ഇറ്റ്സ് ലൈക്ക് ഗോസ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. പിന്നെ അവിടുന്ന് എല്ലാവരെയും വിളിച്ച് പലതും പറഞ്ഞു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതിന് വി ഹാവ് ടു ഹാവ് എ KRA അപ്രോച്ച്. പിന്നെ പല സിസ്റ്റംസും SOPസും ഒക്കെ ഫോളോ ചെയ്തിട്ട് ഇപ്പം ബിസിനസ് ഇൻ്റലിജൻറ്റ് പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പം ഇങ്ങനെ പല രൂപത്തിലും ട്രാക്ക് ചെയ്തിട്ട്. പിന്നെ അനദർ തിങ് ഐ ഹേർഡ് ഇസ്, ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇസ് ട്രൂ, ആഫ്റ്റർ ഡിഫൻസ് ഏറ്റവും അധികം ഡിസിപ്ലിൻ വരുന്നത് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലാണ്, സെക്കൻഡ് ടു ഡിഫൻസ് വേൾഡ്. അപ്പോൾ അത്രയും ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് the industry, you as a person slowly he wants to be disciplined, at the same time keeping innovation in your mind. So it's like discipline is something, being very regular. Innovation is mad. So the beauty of this is, if you truly look at restaurant business, it is so damn exciting, because you are like in balancing, juggling between lot of worlds, but at the same time extremely risky and tough. ഇന്നോവേഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്, ഇന്നോവേഷൻ എന്ന് സുമേഷ് ചേട്ടൻ പറഞ്ഞെങ്കിലും അതിൻ്റെ ഒരു വേറൊരു ലെവലിലോട്ട് സുമേഷ് ചേട്ടൻ പറഞ്ഞത് നിസ്സാരമായിട്ടല്ല എന്ന് പറയാൻ വേണ്ടി ഒരു കാര്യം ഞാൻ ഷെഫ് റജി അദ്ദേഹത്തോട് ചോദിച്ചോട്ടെ. 300 വീടുകൾ അങ്ങ് സന്ദർശിച്ചു, 300 അമ്മമാരെ കണ്ടു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അറിഞ്ഞത് അച്ഛന്മാരെയും കണ്ടിരുന്നു. ശരിയല്ലേ? ശരിയാണ്. അതൊന്ന് പറഞ്ഞേക്കാം. ഇന്നോവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് എഫേർട്ട് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഓക്കെ, സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത്, ഞാൻ തുടങ്ങിയത് ഒരു എൻ്റെ കരിയർ ഒരു തായ് ഷെഫായിട്ടാണ് ഞാൻ തുടങ്ങിയത്. സോ ഓൾമോസ്റ്റ് 15 years I was a Thai chef, and then did restaurants in Spanish and Japanese and all these cuisine. And like നമ്മളെല്ലാം പറയുന്നില്ല, ഒരു കോളിംഗ് ഉണ്ടാവുമല്ലോ. സോ ഐ ഗോട്ട് എ ഫീൽ ലൈക്ക് ഐ നീഡ് ടു ഡു സംതിങ് ഫോർ മൈ മദർ ക്യുസീൻ. അങ്ങനെയാണ് ഈ കേരള ക്യുസീനെ കുറിച്ച് കൂടുതൽ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം വന്നത്. അപ്പം സോ വെൻ യു ഡു എ ക്യുസീൻ, ലൈക്ക് യു ഹാവ് സോ മെനി ഗ്രേറ്റ് റെസ്റ്റോറൻറ്റ്സ് ആർ ദേർ, ആൻഡ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് സംതിങ് ഫ്രം സ്ക്രാച്ച്. അപ്പം പെട്ടെന്നൊരു ഹൈപ്പ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ തോട്ട് ഓക്കെ, ലെറ്റ് മീ സ്റ്റിക്ക് ടു ദ റൂട്ട്സ് ആൻഡ് ബേസിക്സ്. അപ്പം ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മയോടും പറഞ്ഞു, സി യു കണക്ട് മീ വിത്ത് യുവർ ഫ്രണ്ട്സ്, നോട്ട് യുവർ പ്രസൻറ്റ് ഫ്രണ്ട്സ്, ദ ഫ്രണ്ട്സ് ഹു സ്റ്റഡീഡ് വിത്ത് യു ഇൻ ദ സ്കൂൾ.
So my mother is 80 years old, and just think like, when she recommends to her friends that, okay, my son വരുന്നുണ്ട്, അവൻ ഏതാണ്ട് റെസിപ്പിയൊക്കെ എടുക്കണം. So when I went there, അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു, ഈ അവളുണ്ടാക്കുന്ന മാത്രമല്ല, അടുത്ത കള്ള് ഷാപ്പിൽ നല്ല ഫുഡ് കിട്ടും. സോ ഹീ took us to that toddy shop. So അങ്ങനെ there is a lot of things which I learned. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പഠിച്ച ഒരു കാര്യം, അമ്മമാരിൽ നിന്ന് പഠിച്ചതെന്ന് വെച്ചാൽ, നമ്മളിപ്പം വീട്ടിൽ പഠിച്ച ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, സാധാരണ നമ്മൾ പറഞ്ഞ് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ, നല്ല മീൻകറി വെക്കുന്ന വീടിനടുത്തൂടെ പോവുകയാണെങ്കിൽ അതിൻ്റെ മണം വരും. അപ്പോൾ അവിടുത്തെ പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായില്ല, ബിക്കോസ് ഷീ വിൽ നോ ഹൗ ടു കുക്ക്. ആൻഡ് ആക്ച്വലി ഇറ്റ് ഇസ് ട്രൂ. കാരണം അമ്മമാർ ഫുഡ് ഉണ്ടാക്കുമ്പം, വീട്ടിലെ അമ്മമാർ ഫുഡ് ഉണ്ടാക്കുമ്പം ഒരിക്കലും അവർ കവർ ചെയ്യത്തില്ല. അതിന് ഒരു ലിഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ലിഡ് കുറച്ച് തുറന്ന് വെക്കത്തുള്ളൂ. അത് തുറന്നു വെക്കുന്നതിന് ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് തുറന്നത്? അല്ല, അതങ്ങനെയാണ് തുറന്നു വെക്കുന്നതെന്ന് പറഞ്ഞു. സോ ഐ വാസ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ കെമിസ്ട്രി ബിഹൈൻഡ് ആൻഡ് വൈ ഇറ്റ് ഇസ് ബീൻ ലൈക്ക് ദാറ്റ്. അപ്പം ഈ ഫുഡ് ഇങ്ങനെ തുറന്നു വെക്കുമ്പം ഈ അരോമാറ്റിക് ഓയിൽസ് ആർ പ്രസന്റ് ഇൻ സ്പൈസസ്. ഈ സ്പൈസസ് ചൂടാക്കുമ്പം aromatic oil become aromatic acid, which is highly volatile, and it gets into the air. അതൊന്നും അമ്മച്ചിക്ക് അറിയത്തൊന്നുമില്ല. ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു ദ എയർ. ആൻഡ് അപ്പോൾ ഒരു നല്ല മീൻകറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം നമുക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ റെക്കഗ്നൈസസ്, ഇറ്റ് ക്രിയേറ്റ്സ് എൻ ഓർഗാനോലെപ്റ്റിക് ഫീൽ. യുവർ നോസ്, യുവർ ഐസ്, യുവർ ഇയേഴ്സ് ആൻഡ് യുവർ സ്കിൻ recognize what food is coming in, and the brain map that food and it give the correct direction for producing the gastric juices. And these are the science which I came with, like, some kind of assumption, and I felt it is right. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പം ആദ്യം ആ മണം, അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാവിൽ വെള്ളം ഓടും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നാവിൽ വെക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് മൗത്ത് ഫ്രം ഓൺവേർഡ്സ് യു വിൽ സ്റ്റാർട്ട് എൻജോയിങ് ദ ഫുഡ് ആൻഡ് ദ ഡൈജഷൻ ഹാപ്പൻസ്. ദാറ്റ്സ് എ പോസിറ്റീവ് തിങ്. അത് നമ്മൾ കവർ ചെയ്യാതെ വെച്ചാൽ എന്താവും, ഈ ആസിഡ് എവോപ്പറേറ്റ് ചെയ്യുന്ന ആസിഡ് it condenses and fall back into the gravy. It increases the acidity of the gravy. That gives a pungency in the food, which we feel it is spicy, and that irritants we call it as spicy. Actually, any case spiciness or anyal, see, we call one side cardamom is a spice, other side we call chili spicy. So it doesn't go very well. So spice is something different, spiciness is something different. For me, spiciness is an irritant which is caused by the acidity which is there in the food. So അത് നമ്മുടെ അമ്മമാർക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, പക്ഷെ അവർ ചെയ്യുന്ന അങ്ങനെയാണ്. നിങ്ങളെല്ലാം വീട്ടിൽ പോയി ചോദിച്ചു നോക്കൂ, എങ്ങനെയാണ് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാമെന്ന്. നമ്മൾ വേറെ ചില സാധനങ്ങൾ ഉണ്ടാക്കുന്ന നേരത്ത്, നമ്മൾ ഉദാഹരണത്തിന് ഒരു പാലക്ക് ബോയിൽ ചെയ്യുമ്പം ആ ലിഡ് ഒരിക്കലും കവർ ചെയ്യത്തില്ല. കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തെ കളർ, പാലക്കിൻ്റെ കളർ മാറും, അല്ലേ ഷെഫേ? അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇത് അമ്മമാർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളും അറിയാതെ പോയ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ കാര്യങ്ങൾ അവരിൽ നിന്ന് മനസ്സിലാക്കി നമ്മുടെ ഡെയിലി ക്യുസീൻസിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഫീൽ. അതുപോലെ തന്നെ ഒരു നാൾ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മമാർ രാത്രി 10 മണി 11 മണിയാകുമ്പോഴത്തേക്കും പുറത്തിറങ്ങിയിട്ട് ചോദിക്കും, പട്ടിണിക്കാരുണ്ടോ, അല്ലേ? വീട്ടിൻ്റെ പുറത്ത് ആരെങ്കിലും, അതായത് ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. എന്ന് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാലും, വീട്ടിൽ രാത്രി 11 പോയിക്കാലും 12 മണിക്ക് പോയാലും ആഹാരം ഉണ്ടാവും. ഇന്നുണ്ടാവും, സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഉള്ളത് കൊണ്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ഫുഡുണ്ട്. പക്ഷേ ഒരമ്മമാരും, എല്ലാ അമ്മമാരും വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സീറോ വേസ്റ്റേജ്. അവരൊരു ഫുഡും വേസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ചോറെടുത്തിട്ട് കലത്തിലിടും, കലത്തിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കും. പിറ്റേ ദിവസം ഹൈലി ന്യൂട്രീഷ്യസ്, ലൈക്ക് ഒരു വൺ ഓഫ് ദ മാജിക് ഫുഡ് പഴങ്കഞ്ഞി. എനിക്ക് ഒരു കുട്ടി, 7 വയസ്സുള്ള ഒരു കുട്ടി, വെരി റെഗുലർലി ഷീ കംസ് ടു ദ റെസ്റ്റോറൻറ്റ് ടു ഹാവ് പഴങ്കഞ്ഞി. ആൻഡ് ദ വേ ഷീ ഈറ്റ്സ് പഴങ്കഞ്ഞി, അത് കാണുമ്പോൾ നമുക്ക് തോന്നും, മൈ ഗോഡ്, ഇത്രയും നല്ലൊരു സാധനം, ഇതാണല്ലോ നമ്മുടെ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളെ ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞ് വിട്ട് മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല. അതേസമയം നമുക്ക് മാതാപിതാക്കളെ കുറ്റം പറയാനും പറ്റില്ല. ഇറ്റ് ഈസ് ലൈക്ക് എ കംപ്ലീറ്റ് സൈക്കിൾ. ഇന്നിപ്പം മാതാപിതാക്കൾക്ക് ഫുഡ് അതുപോലെ ഉണ്ടാക്കണമെങ്കിൽ യു ഡോണ്ട് ഗെറ്റ് ഇൻഗ്രീഡിയൻസ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പോകുന്ന മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾ ആയിരിക്കാം. നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ അതുപോലെ കിട്ടുന്നില്ല. പക്ഷെ അത് വരണമെങ്കിൽ, ഞാൻ രാവിലെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയായിരുന്നു, നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മൾ കണ്ടു വളർന്ന
കിച്ചൺ ഗാർഡൻ. എല്ലാ വീടിൻ്റെയും പുറകിൽ ഒരു ചെറിയൊരു ഒരു ഗാർഡൻ ഉണ്ടാകും. ഒരു 2 വാഴ ഉണ്ടാകും, കുറച്ച് കാച്ചിലുണ്ടാകും, കുറച്ച് ചേമ്പുണ്ടാകും. ഈ അവിടുന്ന് കളക്ട് ചെയ്യുന്ന അന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഉപ്പ് മാത്രമായിരുന്നു ഒന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. കാരണം വീട്ടിൻ്റെ അവിടെ ഉപ്പളം ഇല്ലാത്തതുകൊണ്ട് ഉപ്പ് വാങ്ങിക്കുമായിരുന്നു. ബാക്കി എല്ലാ സാധനം എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ എണ്ണ കിട്ടും. സോ എല്ലാം മീറ്റ് എന്ന് കഴിഞ്ഞാൽ വരുന്ന കോഴിയുടെ പുറകെ ഓടും. സോ വി ഹാഡ് എവറിഥിങ് ആൻഡ് വി ലിവ്ഡ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് ഇക്കോസിസ്റ്റം. അതിൽ നിന്ന് മാറി നമ്മൾ പുതിയൊരു ഇക്കോസിസ്റ്റത്തിൽ പോകുമ്പം ഞാൻ ഈ ഇത്രയും ക്യുസീനിൽ വർക്ക് ചെയ്ത ഒരാളായിട്ട് ഞാൻ പറയാം, ഫുഡ് ഇസ് നോട്ട് ബാഡ്, പക്ഷേ ഇറ്റ് സ്യൂട്ട്സ് സർട്ടൻ ക്ലൈമറ്റ്, സർട്ടൻ കൾച്ചർ. നമ്മളിപ്പം ഇവിടെ ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുമ്പം നമുക്ക് ചീസ് ഇസ് നോട്ട് റിക്വയർഡ് ഫോർ അസ്, ബട്ട് ചീസ് ഇസ് എ ലൈഫ് സേവിങ് തിങ് ഫോർ പീപ്പിൾ ലിവിങ് ഇൻ കോൾഡ് കൺട്രീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ അമ്മമാരിൽ നിന്ന് പഠിച്ച ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് റീഡിഫൈൻ ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് വി ആർ ഡൂയിങ് ഗ്രേറ്റ് ഫോർ ദ ന്യൂ ജനറേഷൻ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു 2 വർഷം മുമ്പ് ബാംഗ്ലൂർ. ഞാൻ അവിടെ ഇരുന്ന്